വെളുക്കുന്നതിന് മുമ്പ് ഉറക്കമെഴുന്നേൽക്കണമെങ്കിൽ അത് എന്തായാലും ഒരു യാത്ര പോകാനായിരിക്കണം അല്ലേ? അത് കുഞ്ഞുനാൾ മുതലേ എന്തോ അങ്ങനെയാണ്. കുടുംബസമേതം കുറച്ച് അമ്പലങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മൾ വെളുപ്പിനെ തന്നെ ഇറങ്ങി എന്തായാലും വീട്ടിൽ നിന്ന്. ആദ്യം തന്നെ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള അരുവിക്കരയിലേക്കാണ്. പാരിപ്പള്ളിയിൽ നിന്ന് നേരെ ആറ്റിങ്ങൽ, ആറ്റിങ്ങൽ നിന്ന് വെഞ്ഞാറമൂട്, അതുവഴി അരുവിക്കര. നേരം വെളുത്തപ്പോഴേ പോയതുകൊണ്ട് ആറ്റിങ്ങലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും അതിനും വേണ്ടി ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് വളരെ പെട്ടെന്ന് അങ്ങ് എത്താൻ പറ്റി. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ അരുവിക്കര ഭഗവതി ടെമ്പിളാണ്. കരമന ആറിന് കുറുകെ അരുവിക്കരയിൽ നിർമ്മിച്ചിട്ടുള്ള അരുവിക്കര ഡാമിന് സൈഡിലായിട്ട് ഒരു പാറയുണ്ട്. ആ ഒരു പാറപ്പുറത്താണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. നേരം വെളുത്ത് വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ല ആംബിയൻസ് ആയിരുന്നു. നല്ല മനോഹരമായ ലൈറ്റ്, ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദം, ആ പാറ, ഒരു കാട് അറ്റ്മോസ്ഫിയർ. അമ്പലത്തിനകത്ത് വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് അകത്തേക്കുള്ള ഷോട്ടുകളൊന്നും എടുത്തിട്ടില്ല. ഞാനും ഒന്ന് കയറി തൊഴുതു. പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്തിറങ്ങി. എന്നല്ല ഈ അമ്പലമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം എന്തിനാണ്? ഈ അമ്പലമായിട്ട് ഞങ്ങൾക്കുള്ള ബന്ധം ഇവിടെ നിന്നിട്ട് ഞങ്ങളുടെ അമ്മയുടെ അച്ഛനായ ഞങ്ങളുടെ സ്വന്തം അപ്പൂപ്പന്റെ ജന്മസ്ഥലമാണിത്. ഓ അത് ശരി, അരുവിക്കര. സ്ഥലം എന്താണ് ഞാൻ പറഞ്ഞത്, അമ്പലം എന്നല്ല പറഞ്ഞത്. അങ്ങനെ അപ്പൂപ്പന്റെ ടെക്നിക്കലി നിങ്ങളെ കുടുംബക്ഷേത്രമാണോ? ടെക്നിക്കലി ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. അപ്പൂപ്പന്റെ പരിപാടി. ആ കാലത്ത് കേരള വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരനായിരുന്നു എന്റെ അപ്പൂപ്പൻ. അതാ ഞാൻ പറഞ്ഞത് വെള്ളമടി. അങ്ങനെ പറയാം. അങ്ങനെ ഞങ്ങൾ ചെറുപ്പകാലത്തെ ഇവിടെ വന്ന് ഒത്തിരി ഓർമ്മകളൊക്കെ ഉണ്ട്. ഇവര് എന്നെയും ഭക്തനാക്കി. ശരി, അരുൺ ഭക്തൻ, സുജിത് ഭക്തന്റെ അനിയനായിട്ട് വരും. അമ്പലമാണ് ഇതിന്റെ സൈഡിലുള്ള ആറാണ് നല്ലത്? അമ്പലമാണോ നല്ലത്? നീ ഏത് ദൈവത്തിനാ തൊഴുതേ? അയ്യപ്പനെയാ? നീ എന്തോ പറഞ്ഞ്? ഒന്നും പറഞ്ഞില്ലേ, പിന്നെ നീ എന്തിനു വന്നത്? ദൈവത്തിന്റെ അടുത്ത് കാര്യം പറയാനല്ലേ വന്നത് നീ? അല്ലേ പിന്നെ ചുമ്മാ കുളിക്കാനാ? മീന് ഫുഡ് കൊടുക്കാനാ? അത് ഇവിടെ അല്ല മക്കളെ, ഇവിടെ ഉണ്ടാന്ന് തോട്ടോ, എനിക്കറിയത്തില്ല. ആണോ? ആണോ? നോക്കാം. അല്ല ഇതല്ലേ ഇവിടത്തെ പ്രതിഷ്ഠയല്ലേ അയ്യപ്പൻ? അവിടത്തെ പ്രതിഷ്ഠ എന്തോന്നു? ദേവിയാണ്. എന്നിട്ട് ഇപ്പൊ അയ്യപ്പനെ മാത്രമേ കണ്ടോളന്നാന്നല്ലോ പറഞ്ഞത്. ആ കുരങ്ങൻ എന്നെ കൂട്ടാണ്ട് ഫോട്ടോ എടുക്കുന്നേ. ഇതേ ഏത് നദിയാണെന്നറിയാമോ? ഇത് കരമന ആറാണ്. നിനക്കറിയാമോടി? അറിയാമോ? 1972 കണ്ടാണ് ഈ ഡാമിൻ്റെത് പണി തീർന്നത് കേട്ടാ. തിരുവനന്തപുരം ജില്ലക്ക് മൊത്തം കുടിവെള്ളം പോകുന്ന ഇവിടെന്നാ. അപ്പൊ ഈ ഡാമിൽ നിന്നാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറിഗേഷന് വേണ്ടിയിട്ടും പിന്നെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഡാമാണ്. അപ്പം ഇവിടെ നിന്നാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലക്ക് മൊത്തം കുടിവെള്ളം പോകുന്നത് കേട്ടാ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് പഴവാങ്ങാടിയിലേക്കാണ്. ആ മ്യൂസിയം റോഡൊക്കെ വെളുപ്പാങ്കാലത്ത് കാണാൻ നേരത്ത് ഒരു പ്രത്യേകം ഒരു ഭംഗിയുണ്ട് കേട്ടോ. ട്രാഫിക് ജാമിൻ്റെ ബോറടി ഇല്ലാതെ ഈ റോഡിൽ കൂടെ ആദ്യമായിട്ടാണ് പോകുന്നത്. റോഡിൽ തിരക്കില്ലായിരുന്നെങ്കിലും പഴവങ്ങാടി ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു ലൊക്കേഷൻ നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു. അവരൊക്കെ പെട്ടെന്ന് പോയി തൊഴുതിട്ട് വന്നു. അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം പത്മനാഭൻ. അതോ പത്മനാഭൻ്റെ സ്വന്തം തിരുവനന്തപുരമാണോ അറിയില്ല. ഭേദപ്പെട്ട തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. 1.5 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് പത്മനാഭസ്വാമി ഒന്ന് കാണാൻ പറ്റിയത്. ഇതുപോലുള്ള വലിയ ക്ഷേത്രങ്ങളിലെ ചില സമ്പ്രദായങ്ങളും 100 രൂപയുടെ നോട്ട് തട്ടത്തിലിട്ടാൽ മാത്രം ചന്ദനം കൊടുക്കുന്ന പൂജാരിയൊക്കെ കാണുമ്പോൾ ഇത് ക്ഷേത്രമാണോ ബിസിനസ് ആണോ എന്ന് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. ആ പാപത്തിൽ പത്മനാഭൻ എന്തായാലും പങ്കു കാണില്ല എന്ന് ആലോചിച്ച് ആശ്വസിച്ച് പുറത്തേക്കിറങ്ങി. കുട്ടികളുടെ വേഷമൊക്കെ മാറ്റി നമ്മൾ പിന്നെ പോയത് മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിലേക്കാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ ലുലു മാൾ. കുറേ നാളുകൾക്ക് ശേഷം തലപ്പാക്കെട്ട് ബിരിയാണിയും കഴിച്ച് പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് നടത്തി വൈകുന്നേരമായപ്പോഴത്തേക്ക് വീട്ടിലെത്തി. അത്രയൊക്കെയാണ് ഈ ഒരു യാത്രയിലെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.